ഹായ് നമസ്കാരം, ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾ എനിക്ക് 2-3 ആൾക്കാർ എന്നോട് പറഞ്ഞ് ഈ മഴ നല്ല ശക്തമായിട്ട് പെയ്യുന്ന ടൈമിൽ അവരെ ചെടിച്ചട്ടീൻ്റെ ഇടയിലും വീടിൻ്റെ പരിസരത്തൊക്കെ പാമ്പിനെ കാണുന്നുള്ളത്. അപ്പോൾ ചേരനെ കണ്ടു എന്ന് പറഞ്ഞു, അതേപോലെ തന്നെ പെരുമ്പാമ്പിനെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം ഞാൻ ഇതിന്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളെ പാമ്പുകൾ എല്ലാ ഇനമാണെങ്കിലും, ഇപ്പോൾ വെനമസ് ആണെങ്കിലും നോൺ വെനമസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ ഇനം പാമ്പുകളും നമ്മളെ വീട്ടുപരിസരത്തേക്ക് വരുന്നത് ഇര തേടിയിട്ട് മാത്രമല്ല. ഇപ്പൊ ശക്തമായിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലയിലും നല്ല രീതിയിൽ മഴയാണ്. അപ്പൊ ഈ മഴ പെയ്യുന്ന ടൈമിൽ ഈ പാമ്പുകളൊക്കെ ജീവിക്കുന്ന മാളങ്ങളിലും പൊത്തുകളിലൊക്കെ വെള്ളം കയറും. അപ്പൊ ഈ വെള്ളം കയറുന്ന സമയത്ത് പാമ്പുകൾ കാരണം വെള്ളം കയറാത്തൊരു സ്ഥലത്തേക്കായിട്ട് മൂവ് ചെയ്യും. അപ്പൊ ചിലപ്പോൾ നമ്മളെ വീടിന്റെ പരിസരത്തിരിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ വരുന്ന ടൈമിൽ നമ്മുടെ വീട്ടിൽ ചെടിച്ചട്ടികൾ, ഇനിയിപ്പോ കൃഷി ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിലും വീട്ടിൽ വിറകുകൾ ഇതൊക്കെ വീടിനോട് ചേർന്നിട്ടൊക്കെ അട്ടിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിയിലൊക്കെ വന്നിട്ട് നിൽക്കും. രണ്ടാമത്തെ പാമ്പ്, ഇപ്പൊ വെള്ളം കയറുന്ന മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഇപ്പൊ വെള്ളം കയറാത്ത രൂപത്തിലും പാമ്പുകൾ വരും. അതെങ്ങനെയാന്ന് വെച്ചാൽ, പാമ്പുകളെ രക്തം എന്ന് പറഞ്ഞാൽ ശീതരക്തമാണ്. അപ്പൊ നമ്മളെ കാലാവസ്ഥ അടിസ്ഥാനമാക്കിയിട്ടാണ് പാമ്പുകളെ ആവാസ വ്യവസ്ഥ കറക്റ്റ് ആക്കുക. കാരണം എങ്ങനെയാ വെച്ചാൽ, ഇപ്പൊ നമുക്ക് ടെമ്പറേച്ചർ കുറവാണല്ലോ. നല്ല രീതിയിൽ ടെമ്പറേച്ചർ കുറയുമ്പോൾ അത് പാമ്പുകൾക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാവും. അപ്പൊ പാമ്പുകൾ എന്ത് ചെയ്യും? ഒരു വരണ്ട പ്രദേശം അല്ലെങ്കിൽ ഒരു ചൂടുള്ള പ്രദേശം നോക്കിയിട്ട് അങ്ങോട്ട് മൂവ് ചെയ്യും. കാരണം അങ്ങനെയാണ് പാമ്പുകൾ ചെയ്യുക. ഇപ്പൊ ചൂടുകാലാണെന്നുണ്ടെങ്കിൽ പാമ്പുകൾക്ക് അപ്പോഴും അസ്വസ്ഥത ഉണ്ടാക്കും. കാരണം ഇവിടുത്തെ ടെമ്പറേച്ചർ കൂടാണ്. അപ്പൊ എന്താ, പാമ്പുകൾ ഒരു ചൂട് കുറഞ്ഞിട്ടുള്ള തണുപ്പുള്ള സ്ഥലം, അപ്പോഴാണ് നമ്മളെ ചെടിച്ചട്ടിന്റെ ഭാഗങ്ങളിലും എവിടേക്കാണ് തണുപ്പ്, വീടിന്റെ സൈഡിലൊക്കെ തണുപ്പുണ്ടെങ്കിൽ അവിടെയൊക്കെ വന്നിട്ട് ഇത് ചുരുണ്ട് കൂടി കിടക്കുക. അപ്പൊ വീട്ടു പരിസരത്ത് ചേര, അതേപോലെ പാമ്പ് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം വീടിന്റെ അടുത്ത് ചെടികളൊക്കെ വെക്കാന്നുണ്ടോ, മഴക്കാലമൊക്കെ ആവുന്ന ടൈമിൽ വീടിനോട് ചേർന്നിട്ട് ചെടികൾ വെക്കാതിരിക്കുക. അപ്പൊ ചെടിച്ചട്ടി ഇതൊക്കെ വെക്കുകയെന്നുണ്ടെങ്കിൽ ഒന്ന് വീടിന്റെ തറന്റെ അവിടുന്ന് വിട്ടിട്ടൊക്കെ ആയിട്ടൊന്ന് വെക്കുക. അതേപോലെ വീടിന്റെ മുന്നിൽ അടിക്കാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടി നിരത്തുക. പിന്നെ ചിലവരുണ്ടാവും വിറകൊക്കെ വീടിനോട് ചേർന്നിട്ട് അട്ടിക്കിടുന്നത്. അപ്പൊ വിറകുകളൊക്കെ അവിടുന്ന് എടുത്ത് മാറ്റുക. അതേപോലെ പഴയ സാധനങ്ങളൊക്കെ അധിക വീടുകളിലും ഇങ്ങനെ വീടിന്റെ അരുഭാഗത്തായിട്ടും അടുക്കളന്റെ വർക്കേരിയന്റെ ഭാഗത്തായിട്ടും ഒക്കെ കൂട്ടിയിട്ടുണ്ടാവും. തേങ്ങ, ചിരട്ട അങ്ങനെയൊക്കെ കൂട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക. കാരണം ഈ മഴക്കാലം ആവുന്ന ടൈം, മഴക്കാലത്തിന്റെ മുന്നോടിയായിട്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ചിലവർ പറയും ചേര മാത്രമാണ് വരുന്നത്. ചേര മാത്രമല്ല വരിക. കാരണം നമ്മളിവിടെ കേരളത്തിൽ കാണുന്ന വെനമസ് ആയിട്ടുള്ള 4 ഇനം പാമ്പുകളാണ്. ഞാൻ ഇതിന്റെ മുന്നേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യമായിട്ട് മനുഷ്യന് ദോഷം വരുന്ന 4 ഇനം പാമ്പുകളാണല്ലോ. ഒന്ന് രാജവെമ്പാല, അതിപ്പോ നമ്മളെ ഈ പ്രദേശത്തൊന്നും ഉണ്ടാവില്ല. കാരണം ഒരു ഹൈ റേഞ്ച് ഏരിയയിലേക്കൊക്കെ പോലും കാടിനോടനുബന്ധ സ്ഥലങ്ങളിൽ മാത്രമേ രാജവെമ്പാലിന്റെ ഒക്കെ ആക്രമണം ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ നമ്മളിവിടെ ഉണ്ടാകും പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് മൂർഖന്, അതേപോലെ തന്നെ അണലി, നമ്മളെ ശംഖുവരയും വെള്ളിക്കെട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ഇനം പാമ്പുകളൊക്കെ പിന്നെ ചേര ഇനത്തിൽ പെടും. അതേപോലെ ഈ മഴക്കാലം നല്ല രീതിയിൽ മഴ പെയ്യാന്നുണ്ടെങ്കിൽ വെള്ളങ്ങളൊക്കെ കയറി കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് വയലോ അല്ലെങ്കിൽ ഇനി കാടാണെങ്കിലും വെള്ളങ്ങളൊക്കെ കയറി കഴിഞ്ഞാൽ പെരുമ്പാമ്പുകൾ വരാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ വീട്ടിൽ കോയിനെ വളർത്തുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കോയിനെ തിന്നാനും അതേപോലെ വെള്ളം കയറിയിട്ടൊക്കെ ആയിട്ടും പെരുമ്പാമ്പുകൾ വീടിന്റെ പരിസരത്ത്, നമ്മൾ തന്നെ ഇപ്പോൾ വീഡിയോയിൽ പലതും കാണുന്നുണ്ടല്ലോ, ന്യൂസിലായിട്ടും റീൽസിലായിട്ടും ഒക്കെ കാണുന്നുണ്ട്. കാരണം വീടിന്റെ അടുക്കളയിലേക്കും വർക്കരയിലേക്കും ഒക്കെ പെരുമ്പാമ്പ് കയറി ഇറങ്ങുന്നത് ഒക്കെ ഈ മഴക്കാലത്താണ് കൂടുതലായിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മളെ താഴത്തൊക്കെ കിടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഈ ശംഖുവരി എന്ന് പറഞ്ഞ വെള്ളിക്കെട്ട് എന്ന് പറഞ്ഞ പാമ്പുണ്ടല്ലോ, രാത്രി സഞ്ചാരിയാണ്. അപ്പൊ ഈ മഴക്കാലത്താകുമ്പോഴാണ് ഈ കിണറിലാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പൊ കിണറിന് ഇവിടുന്നൊക്കെ ആയിട്ട് വരും. അപ്പൊ നമ്മളെ താഴത്തൊക്കെ കിടക്കുന്നവരാണ് ശ്രദ്ധിക്കുക. കാരണം ഇത് നമ്മളെ വാതിലിന്റെ അടിയിൽ ചെറിയൊരു ഗ്യാപ്പ് ആണെങ്കിൽ പോലും ആ ഗ്യാപ്പിന്റെ ഉള്ളിൽ കൂടെയൊക്കെ വീടിന്റെ ഉള്ളിലേക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. ഇതിന് പല സമയത്തും പല മൈൻഡാണ്. ചിലപ്പോൾ നമ്മൾ ഇതിന്റെ മേലെ ഒന്ന് തൊട്ടാൽ വരെ ഇത് ചിലപ്പോൾ കടിക്കില്ല. പക്ഷെ ഇത് നമ്മൾ ഉറങ്ങി കിടക്കുന്ന ടൈമിലൊക്കെ നമ്മളെ കാലോ കയ്യോ ഇതിന്റെ മേലെ അറിയാതെ തട്ടിപ്പോയാലൊക്കെ ഇത് സഞ്ചരിക്കുന്ന ടൈമിൽ ഇത് കടിക്കും ചെയ്യും. അപ്പൊ ഇത് കടിച്ചാലുള്ള ഡേഞ്ചർ എന്താ വെച്ചാൽ, മറ്റു പാമ്പുകളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല വേദന ഉണ്ടാവും. അപ്പൊ നമുക്ക് അറിയും പാമ്പ് കടിച്ചു എന്നുള്ളത്. പക്ഷെ ഈ വെള്ളിക്കെട്ട ശംഖുവരയം കടിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ഉറക്കത്തിലൊക്കെയാണ് കടിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ മരണത്തിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുക. കാരണം ഇതിന്റെ വേദന നമ്മൾ അറിയില്ല. കാരണം ഇത് കടിച്ച് നമ്മൾ അറിയില്ല. പിന്നീടാണ് അതിന്റെ അസ്വസ്ഥത ഒക്കെ വന്നിട്ട് വയറുവേദന, ശ്വാസ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ വന്നിട്ടാണ് പിന്നെ അത് മരണത്തിലേക്ക് പോകുക. അപ്പോൾ തന്നെ ഇത് അറിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴത്തേനൊക്കെ നമ്മൾ ഏകദേശം ഒന്ന് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ താഴത്തൊക്കെ കിടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം വീടിന്റെ അടിയിലൊക്കെ, ഡോറിന്റെ അടിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തുണി ചീരി കൊടുക്കുക. ഇനി തുണി ചീരാൻ ഇല്ലാത്തിൽ നമുക്ക് ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ പറ്റും. ഡോറിന്റെ അടിയിൽ ബ്ലോക്ക് ചെയ്യുന്ന ചെറിയ ഒരു സ്പോഞ്ച് പോലത്തെ ഒരു സാധനം വാങ്ങാൻ കിട്ടും. ഓൺലൈനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ വാങ്ങിയിട്ടൊന്ന് വെച്ചിട്ട് വീടിന്റെ ഉള്ളോടേക്ക് കയറാത്ത
രൂപത്തിൽ നമ്മൾ സംരക്ഷിക്കുക. അതേപോലെ വീടിൻ്റെ ഹെയർ ഹോളൊക്കെ കവർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞിരുന്നു. നമ്മൾ ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് കിട്ടും അത് കവർ ചെയ്യാനുള്ള. വെറും 50 റുപ്യ മാത്രമേ വരുന്നുള്ളൂ. അത്യാവശ്യം ഡിസൈനിൽ തന്നെ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ഹെയർ ഹോളൊക്കെ ഒന്ന് കവർ ചെയ്യുക, വീട് മുറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി സൂക്ഷിക്കുക. അതേപോലെ ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞിരുന്നു നമ്മളെ സ്നാക്ക് റിപ്പല്ലൻ്റ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മളെ ബ്ലീച്ചിങ് പൗഡർ, സ്ട്രോങ് ആയിട്ടുള്ള ബ്ലീച്ചിങ് പൗഡർ നമുക്ക് വാങ്ങാൻ കിട്ടും. ആ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് കൊടുത്താൽ ഇത് വരില്ല എന്നുള്ളത്. അപ്പോൾ നല്ല ശക്തമായിട്ട് മഴ പെയ്യുന്ന ടൈമിലൊക്കെ ഇത് ഇട്ട് കൊടുത്തിട്ട് വലിയ ഗുണങ്ങളൊന്നും വരില്ല. എന്നാലും നമ്മളിത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇട്ട് കൊടുക്കുന്ന, ഒന്ന് മഴ ഒന്ന് മാറി നിൽക്കുന്ന ടൈമിൽ ഇതൊന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്